നമ്മളെ മണ്ഡലത്തിലെ ഒരാൾക്ക് നമ്മളിപ്പോൾ മത്സരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഏത് സന്ദർഭത്തിലും MLA എന്ന നിലയിൽ നിങ്ങൾക്ക് ഞാൻ ലഭ്യമാവും. ഈ വികസന കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ പിന്നീട് നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഈ അഴീക്കോട് ജനങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ അറിയാം, നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് അഴീക്കൽ ഗ്രീൻഫീൽഡ് പോർട്ട് യാഥാർത്ഥ്യമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നത് 3ാം LDF സർക്കാർ വരും. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. KV സുമേഷ്. നമസ്കാരം. സ്വാഗതം. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് UDF വലിയ രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ല, വീണ്ടും LDF തന്നെ അധികാരത്തിൽ വരും എന്ന് ആത്മവിശ്വാസത്തോടു കൂടി LDF നേതാക്കളും പറയുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ കരുത്തെന്താണ്? തീർച്ചയായിട്ടും അതിൽ നമ്മളിപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒരു റിസൾട്ട് ആവില്ല നിയമസഭാ ഇലക്ഷൻ. ആളുകൾ മൂന്ന് ടൈപ്പിലാണ് പ്രധാനമായിട്ടും സമീപിക്കുന്നത്. ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ ഈ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് പ്രാദേശികമായി. അതിൽ ലോക്കൽ ബോഡി ഇലക്ഷന് നമ്മൾ തന്നെ പരിശോധിക്കേണ്ട കുറേ കാര്യങ്ങൾ, നമുക്കൊരു ഓവർ കോൺഫിഡൻസ്, അമിതാത്മവിശ്വാസം അപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ബാധിച്ചോ, നമ്മൾ എന്തായാലും ജയിക്കും എന്നൊക്കെ ഉള്ള ഒരു ഓവർ കോൺഫിഡൻസ് പ്രധാനം. പിന്നെ UDF നടത്തി ശബരിമല, പിന്നെ SIR കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ നടത്തിയിട്ടുള്ള ചില പ്രത്യേക ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിനും BJP ഒക്കെ ഉണ്ട്. അത് ആ ഘട്ടത്തിൽ ലഘുലേഖകളും മറ്റുമൊക്കെ വ്യാപകമായി അടിച്ചിറക്കി ഒരു അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഉണ്ടായി. ഇതെല്ലാം സാരമായിട്ട് നമ്മളെ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. എന്നുവെച്ചാൽ അതിൽ കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ മുഖ്യമന്ത്രി, ഞാനൊക്കെ നിയമസഭയിൽ ആ കാര്യം ഉന്നയിച്ചു. എന്ന് വെച്ചാൽ SIR കൊണ്ടുവന്നത് ഇവിടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, പിണറായി വിജയനാണ്. അപ്പോൾ ആ പിണറായി വിജയനെ ജയിക്കാൻ പാടില്ല എന്നെല്ലാമുള്ള സംഘടിതമായ ഒരു ന്യൂനപക്ഷ വിരുദ്ധരാണ് CPIM, LDF. പക്ഷേ LDFനെ പിന്തുണയ്ക്കുന്ന ന്യൂനപക്ഷങ്ങളെ അകറ്റാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം നടന്നിട്ടുണ്ട്. അത് നല്ലതുപോലെ നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആളുകൾക്കിടയിൽ. അതും ഒക്കെ ചേർന്നുള്ള ഒരു റിസൾട്ടാണ് ഇതിലുണ്ടായത്. ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രധാനമായിട്ട് ഒരു വളരെ അപകീർത്തികരമായ കാര്യങ്ങൾ, സ്വർണം കെട്ടത്, ഒരു പ്രത്യേകിച്ച് ചില ക്യാമ്പയിനുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കും. പക്ഷെ ഇപ്പോൾ റിയാലിറ്റി ആക്കി ബോധ്യമായി. SIR കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരം ശക്തമായ സ്റ്റാൻഡ് എടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് എന്നതിലേക്ക് കാര്യങ്ങൾ മനസ്സിലായി. മാത്രമല്ല, ആളുകൾ ഈ കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറേ വർഷക്കാലമായുള്ള അനുഭവങ്ങൾ, ഈ തുടർഭരണം സമ്മാനിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, പൊതുവിലുണ്ടാവുന്ന പിന്നെ ഒരു വികസന കാഴ്ചപ്പാട്, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെൻറ് വന്നപ്പോൾ വിദ്യാഭ്യാസ, ആരോഗ്യ, പൊതു അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി. കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യം, സഖാക്കൾക്ക് തന്നെ ഭരണം മടുത്തു, അവർ തന്നെ വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. സച്ചിദാനന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ ചർച്ചയായി കൊണ്ടുവരുന്നത്. അത് ഫാക്റ്റ് അല്ല, ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രത്യേക പ്രചരണ രീതി ഇവര് UDF കനകലു. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അഴീക്കോട് മണ്ഡലത്തിൽ തന്നെ വലിയ കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു പ്രത്യേക ടീമിനെ ഇപ്പോൾ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നവർ ചേർന്ന് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അവരാണ് ഈ നേരത്തെ പറഞ്ഞ ചില പ്രചരണങ്ങൾ ശക്തമായിട്ട് ഏറ്റെടുക്കുന്നത്. എന്നാൽ ഒരു കനകലുവിൻ്റെ നേതൃത്വത്തിൽ ഒരു നറേറ്റീവ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സഖാക്കൾക്ക് തന്നെ മടുത്തിരിക്കുന്നത്. ഇനിയൊരു ഭരണത്തോടൊന്നും അതൊക്കെ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത്. ഇവിടുന്നൊക്കെ ചില ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ലൈൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അതല്ല, അതൊന്നും കേരളത്തിൽ വിലപ്പോവില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അധികാരം നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ഓൾട്ടർനേറ്റീവാണ്, ഒരു ബദലാണ് കേരളത്തിലെ സർക്കാർ. ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നടന്നൊരു വികസന കാഴ്ചപ്പാടല്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കടുത്ത ഈ ഇപ്പോൾ ബജറ്റിൽ കേരളത്തിനൊന്നും തന്നില്ലല്ലോ. എന്താ തന്നെ? കഴിഞ്ഞ കുറേ വർഷമായിട്ട് കേരളത്തോട് കടുക്കുന്ന സമീപനം എന്താ?
അപ്പം അതിന് ബദൽ എന്നത് LDF ആണ്. LDFൻ്റെ വികസന കാഴ്ചപ്പാടാണ്, സാമ്പത്തിക നയമാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്തെന്നാ, കുറേയൊക്കെ മന്ത്രിമാരാകുക, MLA എന്നൊന്നുമല്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ മെച്ചപ്പെട്ടൊരു ജീവിത സംവിധാനം ഒരുക്കുക, അതിന് ലെഫ്റ്റിനെ കഴിയൂ. ഈ രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അത് നമ്മളുടെ ഇടയിൽ തന്നെ ചില ചർച്ചകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ പ്രചരണമാണ് നടന്നത്. ഇപ്പോ ഈ യഥാർത്ഥ ലെഫ്റ്റ് ആ ഞങ്ങളാണ് ഞങ്ങളാണെന്ന് എന്നാണ് പറയുന്നത്. ഇപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം തെറ്റ് എന്നുള്ള രീതിയിൽ അത് ശരിയല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണോ ശരിക്കും? അതെന്താ വെച്ചാൽ അവർക്ക് തന്നെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ശക്തമായിട്ട് ഈ വലതുപക്ഷ സാമ്പത്തിക നയത്തിന് തുടക്കമിട്ടതാരാ? കോൺഗ്രസ് അല്ലേ? അതല്ലേ BJP മുതലെടുത്തത്? ഇന്ന് വരെ അവരുടെ നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇതിൽ നെഹ്റുവിൻ കാഴ്ചപ്പാട് തുടർന്നില്ലല്ലോ. നെഹ്റുവിൻ്റെ ആശയങ്ങൾ തുടർന്നോ? ഇന്ദിരാഗാന്ധി വരെ നമുക്ക് എടുക്കാം. ബാങ്ക് ദേശസാൽക്കരണം, ഇന്ദിരാഗാന്ധിയോടൊക്കെ നമുക്കൊരു ആശയപരമായി കടുത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ട്. പക്ഷേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി വരെ എടുത്തിരുന്ന ഒരു സാമ്പത്തിക നയമല്ല. വിമർശിക്കപ്പെട്ടിരുന്നു അന്നും. പക്ഷേ തീവ്രമായ വലതുപക്ഷ സാമ്പത്തിക നയത്തിലേക്ക് പിന്നീട് വന്ന PV നരസിംഹറാവുമാണ് അതിന് തുടക്കം കുറിക്കുന്നത്. പൊതുമേഖലാ സ്വകാര്യവൽക്കരിക്കുക. അതിനേക്കാൾ എക്സ്ട്രീമായി ആര് നടപ്പിലാക്കുന്നു? ഇപ്പോൾ നരേന്ദ്രമോദി നടപ്പിലാക്കുക. എന്നാൽ പിന്നെ അത് തെറ്റാണെന്ന് ഇതുവരെ കോൺഗ്രസ് പറഞ്ഞു? ഈ നിമിഷം വരെ പറഞ്ഞില്ലല്ലോ. ഈ നിമിഷം വരെ കേരളത്തിൽ പറഞ്ഞു. കേരളത്തിൽ അവർ അധികാരത്തിലിരുന്ന ഘട്ടത്തിലെല്ലാം നടപ്പിലാക്കിയത് എന്താ? ഈ വലതുപക്ഷ തീവ്ര സാമ്പത്തിക പരിഷ്കാരത്തിൻ്റെ വക്താക്കളായിട്ട് എന്താ ഞങ്ങളാണ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്ത് ലെഫ്റ്റ്? എന്താ ഒരു ഓൾട്ടർനേറ്റീവ്? എന്താ ബദൽ അവർ നടപ്പിലാക്കുന്ന വികസനം? ഇപ്പോഴും കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കുന്ന വികസന പദ്ധതിക്കെതിരായിട്ടാണ് അവർ നിൽക്കുന്നത്. അല്ല, ലെഫ്റ്റാണ് ശരി എന്ന ഒരു കാര്യത്തിലേക്ക് അവർ എത്തുന്നു എന്നുള്ളതൊരു അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇടതുപക്ഷ ആശയമാണ് സമൂഹത്തിന് ഗുണം. യഥാർത്ഥം എന്നുവെച്ചാൽ അത് വോട്ട് തട്ടാൻ വേണ്ടി ഉള്ളൊരു പ്രചരണമായിട്ട് ഇവർ ഇതിൻ്റെ ഭാഗമായിട്ട് എടുക്കുകയാണെന്നല്ലാതെ ഒരു സിൻസിയറിറ്റിയും കേരളത്തിലെ പൊതുസമൂഹത്തോടില്ല എന്നുള്ളത് അവർ ഭരിച്ചിരുന്ന കാലത്തെ നടപ്പിലാക്കിയ പദ്ധതികൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. മാത്രമല്ല, എന്നാൽ അവരിപ്പോൾ പറയട്ടെ, ഞങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളൊക്കെ തെറ്റായിരുന്നു, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങളത് തിരുത്തുകയാണ് എന്നൊരു സ്റ്റാൻഡും ഈ നിമിഷം വരെ അവർ സ്വീകരിച്ചിട്ടില്ലല്ലോ. എന്തായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. KV സുമേഷ് തന്നെ അവിടെ മത്സരിക്കും എന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ താങ്കൾക്കത് പറയാൻ കഴിയില്ല, പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സാങ്കല്പികമായ ചോദ്യം എന്നുള്ള രീതിയിൽ KV സുമേഷ് അല്ല എന്ന് തന്നെ വെക്കുക. അഴീക്കോട് മണ്ഡലത്തിൽ LDFന്റെ ഒരു സാധ്യത പൂർണ്ണ ആത്മവിശ്വാസത്തോടുകൂടി ജനങ്ങളെ സമീപിക്കാൻ കഴിയുന്ന അത്രയും ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണോ? അടുത്ത LDF സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണോ അഴീക്കോട്ടുള്ളത്? തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്നെ 5 വർഷക്കാലമായിട്ട് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഇപ്പോൾ ഒരു പീരീഡ് തീരുകയാണ്. ഏത് LDF ആര് വന്നാലും, നാളെ ഇപ്പോൾ LDF ആരെ നിശ്ചയിച്ചാലും അഴീക്കോട് മണ്ഡലത്തിൽ അവർക്ക് അഭിമാനമായി വോട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രമേൽ ആ മണ്ഡലത്തിൽ തന്നെ താമസിക്കുകയും ജീവിക്കുകയും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് LDF. ഇത് വ്യക്തിയല്ലല്ലോ, സുമേഷ് എന്നത് ഒരു പേരാണ്. LDF നിർത്തിയ ഒരു സ്ഥാനാർത്ഥിയാണ്. അഴീക്കോട് മണ്ഡലത്തിലെ നിങ്ങൾ കണ്ണൂർ വിഷൻ ഏതൊരു മനുഷ്യരോടും സ്വന്തമായി അവരോട് ചോദിച്ചാൽ അവർ പറയും, 5 വർഷക്കാലവും അവരുടെ വീട്ടിലെ ഒരാളെ പോലെയാണ് നമ്മൾ ആ മണ്ഡലത്തിൽ ഇടപെട്ടത്. ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വേർതിരിവും കാണിച്ചിട്ടില്ല. എല്ലാവരെയും സ്വന്തം സഹോദരങ്ങളായിട്ടോ രക്ഷകർത്താക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനും ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനുമാണ് വെച്ചാൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തത്തെ വളരെ സത്യസന്ധമായി ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യം, ആ ഒരു വൈകാരികത എനിക്കുണ്ട്. ഒരാൾ പോലും മനസ്സിൽ തട്ടിക്കൊണ്ട് വികസനം എന്ന് പറഞ്ഞാൽ കേവലം റോഡ് ഉണ്ടാക്കുക, പാലുണ്ടാക്കുക, സ്കൂൾ ഉണ്ടാക്കുക മാത്രമല്ലല്ലോ. അവരുടെ മുന്നിൽ എപ്പോഴും അവരുടെ കൺവട്ടത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അഴീക്കോടിൻ്റെ ആളുടെ മുന്നിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കാൻ, എന്ത് പരിഹസിച്ചാലും കളിയാക്കിയാലും
അതൊന്നും ആളുകൾ മുഖവിലേക്കെടുക്കില്ല. ഇനി അങ്ങോട്ട് അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ല MLA ആണെങ്കിലും അല്ലെങ്കിലും അഴീക്കോട് തീർച്ചയായും ഞാൻ എന്തായാലും അഴീക്കോട് താമസിക്കാൻ, അല്ലെങ്കിൽ പുതിയൊരു വീടൊക്കെ എടുത്ത് താമസിച്ച് വരികയാണ്. ഇപ്പോൾ കുറച്ച് കാലമായില്ലേ. MLA ആണെങ്കിലും അല്ലെങ്കിലും ഈ പ്രദേശത്ത് തന്നെയാണ് താമസിക്കാൻ പോകുന്നത്. അവരുടെ ഈ നാട്ടിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ MLA ആണെങ്കിലും അല്ലെങ്കിലും അഴീക്കോടുകാരുടെ കൂടെ, അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ കൂടെ ഒരു 100%. എനിക്ക് മനസ്സിലായൊരു കാര്യം, വളരെ സത്യസന്ധരും വളരെ ആളുകളോട് നല്ല ആതിഥേയ മര്യാദയോടെയൊക്കെ പെരുമാറുന്ന നല്ല 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 മനസ്സിൻ്റെ ഉടമകളാണ് അഴീക്കോട് ജനങ്ങൾ. തീർച്ചയായിട്ടും അവർ വിലയിരുത്തും 5 വർഷക്കാലം അഴീക്കോട് MLA എന്ത് ചെയ്തു, എങ്ങനെയാണ് അവരുടെ കൂടെ ഇടപെട്ടത്, എന്താണ് അവരുടെ മുൻകാലങ്ങളിലുള്ള അനുഭവം, അവരത് പരിശോധിക്കും. എനിക്ക് ഒട്ടും ആത്മവിശ്വാസക്കുറവില്ല. അതുകൊണ്ട് ഈ 5 വർഷക്കാലത്തിലെ ഒരാളും മത്സരിക്കാൻ വന്നാലും അവർക്ക് ഒരു നിരാശയും വേണ്ടി വരില്ല. എന്നുവെച്ചാൽ വികസനത്തിൻ്റെ പേരിൽ, ഇടപെടലിൻ്റെ പേരിൽ ഒരാളും കുറ്റപ്പെടുത്തില്ല. ആത്മവിശ്വാസത്തോടെ മത്സരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. എനിക്കറിയാം അഴീക്കോടിലെ ജനങ്ങൾ അത്രമേൽ നല്ല മനുഷ്യരാണ്. അവർക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റും. അവർ അങ്ങനെ ഒരു ശരിയല്ലാത്ത തീരുമാനം അവരെടുക്കില്ല. എന്തായാലും ചെങ്ങളായി സ്വദേശിയായ KV സുമേഷ് ഇന്ന് അടിമുടി അഴീക്കോടുകാരനാണ്. നാളെ അവിടെ മത്സരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി അവർക്കൊപ്പം ആ നാട്ടിൽ അവർക്കിടയിൽ ഒരാളായി താൻ ഉണ്ടാകും എന്ന് തന്നെയാണ് KV സുമേഷ് വ്യക്തമാക്കുന്നത്. ഒരു MLA, അവരുടെ വിളിപ്പുറത്ത് ഒരു MLA ഉണ്ടാവുക, അതുതന്നെയാണ് ഒരു നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ 5 വർഷവും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് ഈ നാടിനോട് പറയുകയാണ് KV സുമേഷ്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരാൻ പോവുകയാണ്. CPM അതിൻ്റെ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം എന്ന ചർച്ചയിലേക്കും കടക്കുകയാണ്. പോളിറ്റ് ബ്യൂറോ യോഗവും കേന്ദ്ര കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും ഒക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നതോടുകൂടി ആരൊക്കെ മത്സരിക്കണം എന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അഴീക്കോട് ആര് മത്സരിച്ചാലും അവർക്ക് ഒരു തരത്തിലും തലകുനിക്കേണ്ടി വരാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് KV സുമേഷ്. MLA ജനകീയനായ ഒരു MLA എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ ആരോട് ചോദിച്ചാലും അയ്യേ എന്ന് പറയാത്ത ഒരു വികസനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഇടപെടലിൻ്റെ കാര്യത്തിലായാലും നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി തന്നെയാണ് KV സുമേഷ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് അഴീക്കോട്ടെ ആളുകളോട് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് സ്വകാര്യ സംഭാഷണത്തിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് ബോധ്യപ്പെട്ടതുമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അഴീക്കോട് അന്താരാഷ്ട്ര തുറമുഖം, ഗ്രീൻഫീൽഡ് ഇൻ്റർനാഷണൽ പോർട്ട്, അതുതന്നെയാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകാനുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്നും. ഏതായാലും അത് യാഥാർത്ഥ്യമാകട്ടെ. അത് യാഥാർത്ഥ്യമായാൽ കേവലം അഴീക്കോടിൻ്റെ മാത്രമല്ല, ഉത്തര മലബാറിൻ്റെ ആകെ, നമ്മുടെ അയൽ ജില്ലകളുടെ ആകെ വികസനം കൂടിയാണ് യാഥാർത്ഥ്യമാവുക. അതൊക്കെ സംഭവിക്കട്ടെ എന്ന ആശംസ നേരുകയാണ് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ വീണ്ടും അഴീക്കോടിൻ്റെ MLA ആയി KV സുമേഷ് ഉണ്ടാവട്ടെ എന്ന ആശംസ കൂടി ഈ ഘട്ടത്തിൽ നേരുകയാണ്. കണ്ണൂർ BMH ക്വസ്റ്റ്യൻ അവർ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു അതിഥിയുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.